കൊട്ടാരക്കര നെടുവത്തൂർ ഗ്രാമപഞ്ചായത്തിലെ പണയിൽ പാറയിൽ മുക്ക് റോഡ് നിർമ്മാണോദ്ഘാടനം മന്ത്രി കെ.എൻ. ബാലഗോപാൽ നിർവഹിച്ചു. 3.5 കോടി രൂപ വിനിയോഗിച്ചായിരുന്നു നവീകരണം. വീതി കൂട്ടി മികച്ച നിലവാരത്തിൽ ടാറിംഗ് പൂർത്തിയാക്കാനാണ് ടെൻഡർ നൽകിയിട്ടുള്ളതെന്നും മന്ത്രി പറഞ്ഞു. കോട്ടാത്തല, പുല്ലമാല, തേവലപ്പുറം വാർഡുകളിലൂടെ കടന്നുപോകുന്ന 3.5 കിലോമീറ്ററോളം ദൈർഘ്യമുള്ള റോഡിന്റെ നവീകരണത്തിന് കഴിഞ്ഞ ബജറ്റിലാണ് തുക അനുവദിച്ചത്. വീതി കൂട്ടി മികച്ച നിലവാരത്തിൽ ടാറിംഗ് പൂർത്തിയാക്കാനാണ് ടെൻഡർ നൽകിയിട്ടുള്ളതെന്ന് മന്ത്രി കെ.എൻ. ബാലഗോപാൽ പറഞ്ഞു. നല്ല വീതി ഉണ്ടാകുന്ന തരത്തിലേക്കാണ് കുറച്ചുകൂടെ അടിസ്ഥാനപരമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ വേണം. നല്ല നിലവാരത്തിൽ തന്നെ ഈ റോഡ് ടാർ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ള തരത്തിലാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അതനുസരിച്ചിട്ടാണ് ഈ റോഡ് നിർമ്മിക്കാൻ ഇപ്പോൾ ടെൻഡർ കൊടുത്തിട്ടുള്ളത്. അതിന്റെ നിർമ്മാണം കഴിഞ്ഞാൽ കുറച്ചുകൂടി ഈ ഭാഗത്തെ യാത്രാ സൗകര്യങ്ങൾ കുറച്ചുകൂടി മെച്ചപ്പെട്ടതാകും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അപ്പോൾ ഈ പഞ്ചായത്തിന്റെ ഈ ഭാഗത്ത് മാത്രമല്ല, ഞാൻ മറ്റ് വിശദമായ കാര്യങ്ങൾ പറയുന്നില്ല. ഞാൻ മനസ്സിലാക്കുന്നത് യോഗം കുറച്ചു നേരമായിട്ട് തുടങ്ങി എല്ലാവരും സംസാരിച്ചു, വിശദമായ കാര്യങ്ങൾ പറഞ്ഞു. ഇവിടെ തന്നെ മാമച്ചൻകാവ് ബോട്ടിജെട്ടി റോഡ്, അപ്പോൾ ഈ ബോട്ടിജെട്ടി അവിടെ ഉണ്ടോയെന്ന് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. പണ്ടേ ഉള്ളൊരു പേരാണ് ബോട്ടിജെട്ടി. കോട്ടാത്തല, പുല്ലമാല, തേവലപ്പുറം വാർഡുകളിലൂടെ കടന്നുപോകുന്ന 3.5 കിലോമീറ്ററോളം ദൈർഘ്യമുള്ള റോഡിന്റെ നവീകരണത്തിന് കഴിഞ്ഞ ബജറ്റിലാണ് തുക അനുവദിച്ചത്. കോട്ടാത്തല മരുതൂർ ജംഗ്ഷനിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി.കെ. ജ്യോതി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഡി. ജുല റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് വി. സുമാലാൽ സ്വാഗതം പറഞ്ഞു. കൊട്ടാരക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ. അഭിലാഷ്, വൈസ് പ്രസിഡന്റ് കെ. മിനി, നെടുവത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജലജ സുരേഷ്, സ്ഥിരം സമിതി അധ്യക്ഷർ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര.